ദിവാനായിരുന്ന വേലുത്തമ്പി ദളവയോടുള്ള എതിർപ്പ് ബ്രിട്ടീഷ് സൈന്യം പ്രകടിപ്പിച്ചത് ദാ ഇവിടെയാണ്. ഈ കിഴക്കേ കോട്ടമതിൽ തകർത്തുകൊണ്ടാണ് അന്ന് ആ എതിർപ്പ് പ്രകടിപ്പിച്ചത്. അന്ന് ഈ കിഴക്കേ കോട്ടമതിൽ കരിങ്കല്ലിൽ നിർമ്മിച്ചിരിക്കുകയായിരുന്നു. കാലങ്ങൾക്കിപ്പുറം പിന്നീടത് കട്ടയും കുമ്മായും ഉപയോഗിച്ച് ഈ രൂപത്തിലേക്കായി. അന്ന് നിർമ്മിച്ചത് ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ്. ചരിത്ര വസ്തുതകൾ, പല കഥകൾ എന്നിവ പൊതിഞ്ഞു നിൽപ്പുണ്ട്. ഇക്കാലം അത്രയും തലസ്ഥാനത്തിന്റെ മുഖശ്രീയായി പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ചുറ്റി നിൽക്കുന്ന കോട്ട തുടരുകയാണ്. 4 പ്രധാനപ്പെട്ട കവാടങ്ങളാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനുള്ളത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കോട്ട തിരുവനന്തപുരത്തിൻ്റെ ലാൻഡ്മാർക്കാണ്. രാജ്യഭരണം തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ഒരു കോട്ട ഉണ്ടായിരുന്നു. ആ കോട്ട ഒരു മൺകോട്ടയായിരുന്നു. ആ പഴയ മൺകോട്ടയുടെ സ്ഥാനത്ത് നാം ഇന്ന് കാണുന്ന കോട്ട, കരിങ്കൽ കോട്ട നിർമ്മിക്കുന്നത് മാർത്താണ്ഡവർമ്മയാണ്. തൈക്കാട്ട് ഇല്ലത്ത് കേശവൻ വിഷ്ണുത്രാതൻ, ഈ ഒരു ആർക്കിടെക്റ്റാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കോട്ടയുടെ സ്ഥാനം കണ്ടതും, അതായത് നാം ഇന്ന് കാണുന്ന കോട്ടയുടെ സ്ഥാനം കണ്ടതും. ജ്യോത്സ്യനോട് രാജാവ് ആവശ്യപ്പെട്ടു, ഇന്ന് ഞാൻ കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഏത് ഭാഗത്തു കൂടി ആയിരിക്കുമെന്ന് പറയണം. അപൂർവ സിദ്ധികളുള്ള ഗണകൻ പറഞ്ഞു, രാജാവ് ഇവിടെ ഒരു ചെറിയ കോട്ടവാതിലുണ്ട്, അവിടെ കൂടി ആയിരിക്കും പ്രവേശിക്കുന്നത് എന്ന് മുൻകൂട്ടി പ്രവചിച്ചു. രാജാവ് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ആ ഓല നോക്കിയപ്പോൾ രാജാവിൻ്റെ പ്രവേശനം ഏത് ഭാഗത്തു കൂടിയാണെന്ന് വളരെ കൃത്യമായിട്ട് ആ ജ്യോതിഷി പ്രവചിച്ചിരുന്നു. ആ ജ്യോതിഷിയോടുള്ള ബഹുമാനമായിട്ടാണ് അവിടെ പിന്നീട് ഒരു കോട്ടവാതില് വന്നത്, വെട്ടിമുറിച്ച കോട്ടവാതില്. സാങ്കേതിക വിദ്യ ഒരുപാട് വളർന്നു. നിർമ്മാണ രീതികളിൽ പല പുതിയ ആശയങ്ങളും പ്രത്യക്ഷപ്പെട്ടു. അപ്പോഴും ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ തലപ്പൊക്കത്തോടെ നിൽക്കുകയാണ്.